ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എല്ലാവരും പ്രതീക്ഷ ഒരു ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഏതൊക്കെ സെക്ടേഴ്സിനൊക്കെ നല്ല ഒരു ബെനിഫിറ്റ് വരുന്നു, ഏതൊക്കെ സ്റ്റോക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ആവുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, ഇതെല്ലാമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഫെബ്രുവരി 1 ബഡ്ജറ്റ് ഡേ മാർക്കറ്റിൽ നിന്നുണ്ടായിരുന്നു. യൂണിയൻ ബഡ്ജറ്റ് ഹൈലൈറ്റ്സും അതോടൊപ്പം ഏതൊക്കെ സെക്ടർ സ്റ്റോക്സ് ബെനിഫിറ്റഡ് ആയി എന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 11 മണിക്ക് ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഒരു മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മോഡിലാണ് ഇരുന്നത്. പിന്നെ ആ ഒരു ബിയറിഷ് മോഡിലേക്ക് പോവുകയാണ് ബഡ്ജറ്റ് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ മാർക്കറ്റ് എന്തുകൊണ്ട് ബിയറിഷ് ആയി? സാധാരണക്കാർക്ക് ഈ ഒരു ബഡ്ജറ്റ് ബെനിഫിറ്റഡ് ആയി, ബട്ട് മാർക്കറ്റിന് ബഡ്ജറ്റ് ബെനിഫിറ്റ് ആയോ ഇല്ലയോ, അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഓരോരോ സെക്ടറിൽ കൊണ്ടുവന്നിരിക്കുന്നത്, അതോടൊപ്പം ബന്ധിപ്പിച്ച് ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിലാദ്യം ടാക്സ് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് നോക്കിയാൽ ന്യൂ ടാക്സ് റെജീം കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാക്സ് റെജീമിൻ്റെ ന്യൂസ് വന്നപ്പോൾ തന്നെ മാർക്കറ്റ് ഒരു നല്ലൊരു മുകളിൽ വന്നായിരുന്നു. 15 lakhs ലിമിറ്റ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്, ബട്ട് ഇപ്പോൾ 12 lakhs വരെ ഏർണിങ്സ് ഉള്ളവർക്ക് ടാക്സ് ഇല്ല എന്നുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. ബട്ട് എന്നിട്ടും ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ന്യൂസ് വന്നിട്ടും ഇടിയാനുള്ള കാരണം എന്താണ്, അതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ 25 lakhs അതിന് മുകളിൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 lakhs വരെ ടാക്സ് സേവിക്കാം. മുമ്പേ വന്നിട്ട് 5 lakhs ആയിരുന്നു, ഇപ്പോൾ അത് 12 lakhs ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. മുമ്പേ 1 lakh ആയിരുന്നു, ഇപ്പോൾ 5 lakhs ഇപ്പോൾ 12 lakhs ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സോ റവന്യൂ ഇമ്പാക്റ്റ് ഫോർ ഗവൺമെൻറ് 1 lakh വരെ ഡയറക്റ്റ് ടാക്സ് കുറയും. ഇൻഡയറക്റ്റ് ടാക്സിൽ 2000 കോടി ലോസ് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടാക്സ് ലാബ് നോക്കുകയാണെങ്കിൽ 0 to 4 lakhs വരെ ഉള്ളവർക്ക് ടാക്സ് ഇല്ല. 4 to 8 lakhs ഉള്ളവർക്ക് 5%, 8 to 12 lakhs ഉള്ളവർക്ക് 10% ആണ്. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് 75,000 വരുന്നതുകൊണ്ട് അത് ആ ഒരു 12 lakhs എന്നുള്ള വരെ ഉള്ളവർക്ക് ടാക്സ് ഇല്ല എന്നുള്ള ഇതിൽ മാറുകയാണ്. അപ്പോൾ 12 to 16 lakhs ഉള്ളവർക്ക് 15% ടാക്സും, 15 to 20 ലക്ഷം ഉള്ളവർക്ക് 20% ടാക്സും, അതുപോലെ 20 to 20 ലക്ഷം ലാക്സ് ഉള്ളവർക്ക് 25% ടാക്സുമാണ് വരുന്നത്. അതുപോലെ എബവ് 24 lakhs ഉള്ളവർക്ക് 30% ടാക്സും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ബിയറിഷ് ആവുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് എക്സെപ്ഷൻ എന്ന് ലാസ്റ്റായിട്ട് ഈ ഒരു ബഡ്ജറ്റിൽ പറഞ്ഞു. അതായത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ നിന്ന് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്, അതായത് ലോങ് ടേം ഷോർട്ട് ടേം ഗെയിൻ ടാക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഇതിൽ എക്സെപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പം അതിന് നമ്മൾ അഡീഷണൽ ആയിട്ട് പേ തന്നെ ചെയ്യണം. അപ്പം അതാണ് മാർക്കറ്റ് ഇങ്ങനെ ഒരു നെഗറ്റീവ് കണ്ടീഷനിലേക്ക് പോകാൻ ഒരു കാരണം എന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പിന്നെ കസ്റ്റം ഡ്യൂട്ടി ആൻഡ് താരിഫ് പ്രോഡക്ട്സ് ഇൻ FY25 ബഡ്ജറ്റിൽ മെയിനായിട്ട് 7 താരിഫ് റേറ്റ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. സർചാർജ് റിമൂവ് ചെയ്തിരിക്കുകയാണ്. 36 ലൈഫ് ചേഞ്ചിങ് ഡ്രഗ്സ് എക്സെപ്റ്റ് BCD ബേസിക് കസ്റ്റം ഡ്യൂട്ടി, അതായത് ഫ്ലാറ്റ് പ്ലാനൽ ഡിസ്പ്ലേസിനൊക്കെ 10 to 20%. അതുപോലെ 12 ക്രിട്ടിക്കൽ മിനറൽസിന് BCD എക്സെപ്ഷൻ കൊടുത്തിരിക്കുന്നു. BCD എന്ന് പറയുമ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയാണ്. ദെൻ EV മാനുഫാക്ചറിങ് BCD ലിസ്റ്റ് 35 ക്യാപിറ്റൽ ഗുഡ്സ് ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഓപ്പൺ സെൽസിൻ്റെ കസ്റ്റം ഡ്യൂട്ടി 5% റെഡ്യൂസ് ആക്കിയിരിക്കുന്നു. അതായത് LCD LED പോലത്തെ ഓപ്പൺ സെൽസിന് കസ്റ്റം ഡ്യൂട്ടി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് പ്രൊജക്ഷൻ 4.8%,
എസ്റ്റിമേറ്റഡ് ടാർഗറ്റ് 4.4% ആയിട്ട് കുറയ്ക്കുന്നു. ദെൻ മാർക്കറ്റ് ബോറോവിങ്സ് 14 lakhs കൂടിയേക്കാം. ഓക്കെ, ഗ്രോസ് മാർക്കറ്റ് ബോറോവിങ്സ് കൂടുന്നു. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 10 lakhs ആയിട്ട് കൂടിയേക്കാം. പിന്നെ FDI ഹൈക്ക് 74% to 100% ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ടൂറിസം സ്പോട്സ് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഹീൽ ഇൻ ഇന്ത്യ, അതായത് മെഡിക്കൽ ടൂറിസം ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. ഹോം സ്റ്റേസിന് മുദ്രാ ലോൺസ് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ എനർജി ഇൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ 100 GW ന്യൂക്ലിയർ എനർജി 2047 വരെ എയിം ചെയ്യുന്നുണ്ട്, ഒരു പ്രൊജക്ഷൻ അതിൽ കൊണ്ടുവരാൻ. അതുപോലെ ന്യൂക്ലിയർ എനർജി പ്രൈവറ്റ് കൂടെ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ 120 പുതിയ ഡെസ്റ്റിനേഷൻ ഉദാൻ സ്കീമിൽ വരുന്നു. ദെൻ മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് 25,000 crores ആയിട്ട് ഇൻവെസ്റ്റിംഗ്. അതുപോലെ ഡെവലപ്മെന്റ് എയർപോർട്ട്, ഗ്രീൻഫീൽഡ് എയർപോർട്ട് ബീഹാറിൽ കൊണ്ടുവരുന്നു. ബീഹാറിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരികയാണ് എയർപോർട്ട് ബേസിൽ. ദെൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഈ സോഷ്യൽ വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് സ്കൂള്, അതുപോലെ പ്രൈവറ്റ് ഹെൽത്ത് കെയറിലൊക്കെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നു. അതുപോലെ 5 നാഷണൽ സെന്റേഴ്സിന് എക്സലൻസ് കൊണ്ടുവരികയാണ്, സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ 5 IITs ആണ് 2014 മുതൽ ഇതുവരെ എക്സ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ 3 സെന്റേഴ്സ് എക്സലൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഡ്യൂക്കേഷന് വേണ്ടി 500 crores നീക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഡേ കെയർ, ക്യാൻസർ സെന്ററിന് വേണ്ടി 200 സെന്റേഴ്സ് കൊണ്ടുവരുന്നു. പിന്നെ 10,000 പുതിയ മെഡിക്കൽ കോളേജസിന് സീറ്റ് അനുവദിച്ചിരിക്കുന്നു. ഇ ശ്രം പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ സെക്യൂരിറ്റി സ്കീം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ദെൻ 1.5 lakhs crores 50-year ഇൻവെസ്റ്റ്മെന്റിൽ ഫ്രീ ലോൺസ് ഫോർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്സ് അനുവദിച്ചിരിക്കുന്നു. അതുപോലെ അർബൻ ചാലഞ്ച് ഫണ്ട് 1 lakh crores ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, ജൽ ജീവൻ മിഷന് വേണ്ടിയിട്ട്. അതുപോലെ MSME ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ അഗ്രികൾച്ചറിന് വേണ്ടി അഗ്രികൾച്ചർ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ഹൈ ഈൽഡിങ് സീൽഡ് കൊണ്ടുവരുന്നു. അപ്പൊ ഈ ഒരു ന്യൂസ് പ്രധാനപ്പെട്ട ഈ ഒരു സീഡ് മാനുഫാക്ചറിങ് സ്റ്റോക്കുകളായ കാവേരി സീഡ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ നല്ല ഈ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ 8% കയറിയതാണ്. സോ അഗ്രികൾച്ചർ സെക്ടറിന് കുറേ നല്ല ഒരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു. കോട്ടൺ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂസ് കിസാൻ സ്കീം 5 lakh crores 5 lakhs അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, ലോൺസ് പർപ്പസിന് വേണ്ടി. നേരത്തെ 3 lakhs ഇപ്പോൾ 5 lakhs ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. പിന്നെ MSME ഇന്ത്യ പോസ്റ്റ് ലാർജ് പബ്ലിക് ലോജിസ്റ്റിക് ഓർഗനൈസേഷൻ MSMEയിൽ ഒത്തിരി സ്കീം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പിന് വേണ്ടി 10 crores നിന്ന് 20 crores ആയിട്ട് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതുപോലെ ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുന്നുണ്ട്. 5 lakh ലിമിറ്റ്സിന് സ്മോൾ മീഡിയം എന്റർപ്രൈസിന് ക്രെഡിറ്റ് കാർഡ്സ് നൽകുന്നുണ്ട്. പിന്നെ ഇന്ത്യ ഒരു ടോയ് ഹബ്ബായിട്ട് മാറാനായിട്ട് ഒത്തിരി സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വേൾഡിൽ തന്നെ ഇന്ത്യ നല്ല ഒരു ടോപ്പ് ടോയ് ഹബ്ബായിട്ട് മാറാനായിട്ട് ഉള്ള സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ മേക്ക് ഇൻ ഇന്ത്യ, അതുപോലെ സോളാർ ബേസ് ചെയ്തിട്ടുള്ള സെക്ടറിൽ ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു. സോളാർ അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടോയിക് സെൽസ്, ഇലക്ട്രോളിറ്റിക് ബാറ്ററീസ്, സ്കെയിൽസ്, ഇതിനൊക്കെ ഇപ്പോൾ സോളാർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിനൊക്കെ നല്ല ഒരു ഗ്രോത്ത് വരാൻ സാധിക്കും. അഗ്രികൾച്ചർ സ്റ്റോക്സ്, EV ബാറ്ററി സ്റ്റോക്കുകൾ, ഡിഫൻസിനും ഫണ്ട് ഒത്തിരി എമൗണ്ട് ഒതുക്കിയിട്ടുണ്ട്. സോ 4,91,732 crores ആണ് ആ ഒരു ഡിഫൻസ് സെക്ടറിന് മാത്രം. അതുപോലെ റൂറൽ, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു 15 lakh crores
എക്സ്പെൻഡിച്ചർ ആ ഒരു ഓരോരോ മേഖലയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയ്ക്ക് വരുമ്പോൾ ഏതൊക്കെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടർ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് എടുത്തു പറയേണ്ട ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിൽ ഓഫ് കോഴ്സ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, അതുപോലെ ഭാരത് ഇലക്ട്രോണിക്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, ഭാരത് ഡൈനാമിക്സ്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഡേറ്റ പാറ്റേൺസ്, അപ്പോളോ മൈക്രോ സിസ്റ്റം, ആസ്ട്രോ മൈക്രോവേവ് പ്രോഡക്ട്സ്, MTR ടെക്നോളജീസ് തുടങ്ങിയ ഒത്തിരി സ്റ്റോക്കുകൾ ആ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ റെയിൽവേസ് നോക്കുകയാണെങ്കിൽ റെയിൽ വികാസ് നിഗം, IRCTC, IRFC, റെയിൽടെൽ, ഇർക്കോൺ, ജൂപ്പിറ്റർ വാഗൺ, ടിറ്റാഗർ വാഗൺ തുടങ്ങിയ സ്റ്റോക്കിലൊക്കെ നല്ല ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് സ്റ്റോക്കുകൾ SBI, LIC, ഹിന്ദുസ്ഥാൻ സിങ്ക്, കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഓക്കെ, BHEL, IRDA, BPCL, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, NHPC, മെസാഗൺ ഡോക്ക് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ EMS പ്ലെയേഴ്സ്, ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ്, ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോക്കുകൾ, ഇലക്ട്രോണിക് കമ്പോണൻസ് മാനുഫാക്ചറിങ്, സെമി കണ്ടക്ടേഴ്സ്, അതിൽ വരുന്ന ഡിക്സൺ ടെക്നോളജി, ആംബർ എന്റർപ്രൈസസ്, അതുപോലെ BG ഇലക്ട്രോപ്ലാസ്റ്റ്, കെയ്ൻസ് ടെക്നോളജി, ഇപാക് ഡ്യൂറബിൾ തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഉയരാൻ സാധ്യതയുണ്ട്. പിന്നെ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ആ ഒരു അലീഡ് സെക്ടറിൽ വരുന്ന സ്റ്റോക്കുകൾ, ഫെർട്ടിലൈസർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, കോറമണ്ടൽ ഇന്റർനാഷണൽ, RCF, മെഡ്രാസ് ഫെർട്ടിലൈസർ, പിന്നെ ഫിഷറീസ് സ്റ്റോക്കുകൾ, അവന്തി ഫീഡ്, കാവേരി സീഡ്, പിന്നെ അതുപോലെ എപെക്സ് ഫ്രോസൺ ഫുഡുകൾ, പിന്നെ സ്മോൾ ഫിനാൻസ് കമ്പനീസ് ആയ ക്രെഡിറ്റ് എക്സസ് ഗ്രാമീൺ, യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, അങ്ങനെ ആ ഒരു സ്റ്റോക്കുകളിൽ, പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി സ്റ്റോക്കുകളിൽ നമുക്ക് ആ ഒരു ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ട് വരുന്ന സ്റ്റോക്കുകളാണ്. പേഴ്സിസ്റ്റന്റ് സിസ്റ്റം, ആപ്പിൾ ഇന്ത്യ ലിമിറ്റഡ്, ടാറ്റ LC, സെൻസർ ടെക്നോളജി, ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസ്, ഇൻഫോസിസ്, HCL ടെക് മഹേന്ദ്ര, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ ആ ഒരു ലിസ്റ്റിലുണ്ടെങ്കിൽ ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ സെക്ടറിൽ ബെസ്റ്റ് 3 സ്റ്റോക്കുകൾ പിക്ക് ചെയ്ത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് ചെയ്യാം. അപ്പോൾ ഈ ബഡ്ജറ്റിന് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. മാർക്കറ്റിന് എത്രത്തോളം ഈ ഒരു ബഡ്ജറ്റ് എഫക്റ്റീവായി, പിന്നെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഉയരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ സെക്ടർ നല്ല പെർഫോം സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് കമൻസിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോ, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. മലയാളം ഷെയറുടെ ഒറിജിനൽ ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്ലൈമർ കൊടുത്ത് കാണും നോട്ട് സബി രജിസ്റ്റർഡ് എന്നുള്ളത്. അപ്പോൾ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ഇൻട്രാഡേ ഡെലിവറി ടിപ്സുകൾ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. നന്ദി, നമസ്കാരം.